കല്ല് കൊത്താനുണ്ടോ കല്ല്, കാലമത്തായി ഉണ്ടോ കാലൻ എന്ന് പറഞ്ഞ് ആ ഒരു സിനിമയുടെ ഡയലോഗ് ഓർമ്മ. അതുപോലെ ഇവിടെ മെസ്സേജ് അയച്ചവരുണ്ടോ, പീഡിപ്പിക്കപ്പെട്ടവരുണ്ടോ എന്ന് ഇരകളുണ്ടോ തേടി പോവുകയാണ്. ഇരകളല്ലെങ്കിലും ഇരകളാക്കാൻ വേണ്ടി ഇവിടെ എന്തോരം വ്യഗ്രതയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു മന്ത്രി, ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിയുടെ വീട്ടിനുള്ളിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഭാര്യയുള്ള വീട്ടിൽ ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരിക, അത് കാണാൻ പാടില്ലാത്ത രീതിയിൽ ഒരു ഭാര്യ കാണുക, എന്നിട്ട് പറയുകയാണ് പ്രണയമാണെന്ന്. അവർ വിളിച്ചത് എവിടേക്കാണ്? 112 എന്ന നമ്പറിലേക്ക് വിളിക്കുകയാണ് നിയമസഹായത്തിനായിട്ട്. ഇവിടെ പേരും നാളും ആളോ ഒന്നും അറിയാത്ത ഏതോ ഒരു പരാതിക്ക് ഉടൻ തന്നെ നടപടിയെടുക്കുന്നു. എന്തൊക്കെയോ എഴുതി കൂട്ടിയ കപ്പിൽ ചായ കുടിച്ച് PR വർക്ക് ചെയ്യുന്നു. എന്തൊക്കെ ആഡംബരങ്ങളാണ്. സ്ത്രീകളുടെ വിളിപ്പുറത്ത് ആഭ്യന്തര വകുപ്പ് സ്ത്രീപക്ഷ നിലപാടാണ് ഞങ്ങളുടേത്. ഒരു സ്ത്രീ എന്തെങ്കിലും ബുദ്ധിമുട്ടായി വിളിച്ചാൽ അപ്പോഴും ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുക്കും, നടപടിയെടുക്കും, രാഖി രാമാനം പോയി അറസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ ഒരു സ്ത്രീ 112 വിളിച്ചു, പിങ്ക് പോലീസ് വന്നപ്പോൾ എന്താ, മന്ത്രിയെ കാണാനരുതാത്ത സാഹചര്യം. അവരതേപോലെ തിരികെ മന്ത്രിയുടെ സ്റ്റാഫ് ഇവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഇവർക്ക് തെളിവ് വേണമല്ലോ, അല്ലെങ്കിൽ ഈ സ്വന്തം ഭാര്യ, അയാൾ പറഞ്ഞത് എന്താണ്, അവർക്ക് വട്ടാണ്, അയാളെ കൊടുക്കാൻ വേണ്ടി ശത്രു വീട്ടിൽ തന്നെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഒരു ഭാര്യ പറയുന്നത്. പക്ഷേ ഇതെല്ലാം അയാൾ പറഞ്ഞിട്ടും അവസാനം എന്തായാലും മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടാവുമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഇടപെട്ടിട്ട് അവസാനം എന്ത് പറയുന്നു, അവർക്കൊരു പരാതിയുമില്ല. ഇത് ഒത്തുതീർപ്പാക്കി. അയാളെ വിളിച്ച് ലേലിയല്ലു പറഞ്ഞു, അത് ഓക്കെ വിട്ടു. അപ്പൊ തലേ ദിവസം വരെ പറയുന്നു എന്താണ്, അവർക്ക് വട്ടാണ്, അതുകൊണ്ടാണ് അവർ വിളിച്ചത് 112. പിന്നെ വട്ടുള്ളവരല്ലേ 112 വിളിക്കുന്നത്. അയാൾ അപ്പോഴും അതിനെ ന്യായീകരിക്കുന്ന പ്രണയമാണെന്നാണ്. പെണ്ണുപിടിക്കാൻ പോകുന്നതിനൊക്കെ പ്രണയം എന്നാണ് പറയുന്നത്. ഗണേശൻ എങ്ങനത്തെ ആളാണ് എന്ന് ഇവർക്കും അറിയാം, ഇല്ലേ? ഇത് ഇന്ന് ആദ്യമായിട്ട് അറിയുന്നതല്ല. അയാൾ പറയുകയാണ്, വെല്ലുവിളിച്ച് പറയുന്നത് എനിക്ക് 5000 പ്രണയങ്ങളുണ്ടെന്ന്. ഇയാൾക്ക് ഈ പ്രണയമാണെന്ന് പറയാൻ നാണമില്ലേ? പ്രണയം എന്ന് പറഞ്ഞാൽ അത് വളരെ മനോഹരമായൊരു പദമാണ്, അത് വളരെ മനോഹരമായൊരു കാര്യമാണ്. മരിക്കും വരെ പ്രണയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു കലയാണ്. പക്ഷേ ഇയാൾ പെണ്ണുപിടിക്കാൻ പോകുന്നതിന് ഇയാൾ എന്തിനാണ് ഈ ഇനി ഇവിടെ ആൾക്കാർക്ക് പ്രണയിക്കാൻ പോലും നാണക്കേടാവുന്ന രീതിക്കാണ് ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി ഇവിടെ അവതരിച്ചിരിക്കുന്നത്. ഇതെന്തായാലും ഇത് ആദ്യത്തെ സംഭവമല്ല. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഒരടിക്ക് 3 അവകാശികൾ വരെ ഉണ്ടായിരുന്ന കാലം കഴിഞ്ഞാണ് ഗണേഷ് കുമാർ ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഗണേഷ് കുമാർ പറയുന്നുണ്ട്, ഞാൻ നല്ലൊരു മന്ത്രിയാണ്, സ്വയം വിളിച്ചു പോവുകയാണ്, ഞാൻ നല്ലൊരു മന്ത്രിയാണ് എന്ന് പറയുകയാണ്. അത് അയാളാണോ പറയേണ്ടത്? നാട്ടുകാരല്ലേ പറയുന്നത്? അല്ല, നല്ലൊരു മന്ത്രിയാണ് എങ്കിൽ ഇതുപോലെ എന്താണ് കാമുകിമാർ അല്ലെങ്കിൽ പ്രണയിനികൾ വരികയും വീട്ടിൽ വരാമെന്നൊക്കെയാണോ നല്ല മന്ത്രിയുടെ ക്വാളിറ്റിയാണ്? അതോ ഞാനൊരു നല്ല മന്ത്രി ആയതുകൊണ്ട് എന്നോട് എനിക്ക് എന്തുമാകാം എന്നിട്ട് അവിടെ നിന്ന് കൂടി നിൽക്കുന്ന സ്ത്രീകളെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, ഇവരെല്ലാം എനിക്ക് കൂടുതൽ വോട്ട് തരും. ഈ കൂടുതൽ വോട്ട് ഒരാൾക്ക് ഒരു വോട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇയാളെന്താണ് അവർ 3 വോട്ട് വീതം കൊടുക്കുമെന്നാണ് ഉദ്ദേശിച്ചത്? അല്ല, സ്ത്രീകളുടെ വോട്ടാണ് എനിക്ക് കൂടുതൽ കിട്ടുന്നത് എന്നായിരിക്കണം ഉദ്ദേശിച്ചിട്ടുള്ളത്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്, പാർട്ടി അല്ലെങ്കിൽ ഇടതുമുന്നണിക്കൊപ്പമാണ് ഗണേഷ് കുമാർ. ഇടതുമുന്നണി എന്ത് നിലപാട് ഈ വിഷയത്തിൽ എടുക്കും എന്നൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുമ്പോൾ ആദ്യ ആരോപണം വരുന്ന സമയത്ത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. ആ സമയത്തൊക്കെ CPM നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ MLA സ്ഥാനം രാജിവെക്കണം. അദ്ദേഹത്തെ ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. പിന്നീട് അടുത്ത പരാതി വരുമ്പോൾ, അല്ലെങ്കിൽ ആദ്യത്തെ ആരോപണമാണ്, പരാതിയല്ല, ആദ്യത്തെ ആരോപണം വരുമ്പോഴാണ്. രണ്ടാമത് അത് പരാതിയായി മാറുമ്പോൾ പാർട്ടിയിൽ നിന്ന് അയോഗ്യൻ, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനൊരു ഹൈപ്പ് കൊടുത്ത കാലമായിരുന്നു. അല്ല സൗവർണിക, അത് എന്തുകൊണ്ട് കോൺഗ്രസ് അത്തരത്തിൽ നടപടിയെടുത്തു എന്നറിയാമോ? ഈ ഒരു ചെയ്തി ആരോപണം വരുമ്പോൾ അത് തെറ്റാണ് എന്ന് പാർട്ടിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇവിടെ പെണ്ണുപിടിയന്മാരുടെ ഒരു സമ്മേളനമാണ് അവിടെ നടക്കുന്നത്. എത്രയോ പേര് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. പെണ്ണുപിടി മാത്രമല്ല മറ്റ് അഴിമതികൾ എല്ലാം ആരോപണം മാത്രമല്ല, നിയമത്തിന്റെ കീഴിൽ അവർ നിയമത്തിന്റെ നടപടിക്ക് വിധേയരായവരാണ്. അവരെ പോലും പാർട്ടിയിൽ നിലനിർത്തുന്ന ആ പാർട്ടിയും മുന്നണിയും ഗണേശിനെതിരെ എന്ത് നടപടി എടുക്കാനാണ്? പഴയ ഒരു വീഡിയോ ഇപ്പോൾ എല്ലാവരും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ പണ്ട് 2013 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഗണേശനെതിരെ അദ്ദേഹത്തിന്റെ അന്നത്തെ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി കൊടുത്ത പരാതിയിൽ ഉമ്മൻചാണ്ടി എന്ത് നടപടി എടുത്തു എന്ന് ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ. അന്ന് ഉമ്മൻചാണ്ടി നടപടി എടുത്തിരുന്നു. അത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോ ഈ സ്ത്രീകളെ പ്രത്യേകിച്ച് സംരക്ഷിക്കുക, വനിതാ ദിനത്തിൽ പഴയൊരു അതിജീവിതയെ
PR വർക്കിനായിട്ട് കൊണ്ട് അണിനിരത്തുകയും ചെയ്യുന്ന ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരകൾക്കൊപ്പമാണെന്ന് ചായക്കപ്പിൽ പോലും ഇരകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അപ്പോ ഈ ഒരു പരാതി ഈ 112 വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്ത്രീ അവർ സഹായം ആവശ്യപ്പെടുകയാണ് നിയമപരമായി പോലീസിനോട്, വെറുതെ വട്ടായോണ്ട് വിളിച്ചതല്ല. ആളുകൾ എന്തിനാ 112 വിളിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്നിട്ടും ഗണേശന്റെ ഒരു വഷളൻ ചിരിയോടുകൂടിയാണ് അയാൾ മാധ്യമങ്ങളെ കാണുന്നത്. ആ എക്സ്പ്രഷൻസ് ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും രാഹുലിനെ ഈ വിഷയവുമായി കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം രാഹുൽ കോൺഗ്രസിന് പുറത്തുള്ള ഒരാൾ തന്നെയാണ്. എന്നാൽ പോലും രാഹുൽ മാധ്യമങ്ങളെ നേരിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് ഇവർ കോട്ട് ചെയ്ത ഒരു ഹൂ കെയർസ് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് ചേരുന്നത് ഈ ഗണേശനാണ്. ഗണേശന്റെ ആറ്റിറ്റ്യൂഡാണ് ഹൂ കെയർസ്, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യമുണ്ട് ചേച്ചി. രാഹുൽ ഇപ്പൊ ഹൂ കെയർസ് എന്ന് നമ്മൾ പറയുന്നു, അത് ആദ്യം പറഞ്ഞ കാര്യമാണ്. രാഹുലിന്റെ ആറ്റിറ്റ്യൂഡ് ഹൂ കെയർസ് എന്നാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഗണേശന് ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാം. കാരണം പാർട്ടി അല്ലെങ്കിൽ ഗണേശ് ഇപ്പോൾ അത് ഇടതു മുന്നണിക്കൊപ്പമാണ്. ഇതൊന്നും ഇടതു മുന്നണിയെ സംബന്ധിച്ചുള്ള പുതിയ കാര്യമല്ലല്ലോ. അല്ല, അവർക്കത് അവരുടെ യോഗ്യത, ഇടതു മുന്നണിക്ക് വേണ്ട യോഗ്യത തന്നെ ഇത്തരം സംഭവങ്ങളാണ്. കുറച്ച് അഴിമതി വേണം, കുറച്ച് കൊലപാതക ഗുണ്ടായിസം, പിന്നെ ഈ പെണ്ണുപിടി, ഇതെല്ലാം വേണം. ഉണ്ടെങ്കിൽ മാത്രമേ ഇടതു മുന്നണിയിൽ അവർക്ക് ശക്തരായി നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ മന്ത്രിസഭാ യോഗത്തിൽ പോലും ഗണേശനെതിരെ നടപടി ഉണ്ടാവില്ല എന്നതിന്റെ ആദ്യ സൂചനയായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ നിലപാട് മാറ്റിയിരിക്കുന്നത്. അവർക്ക് പരാതിയില്ല, മന്ത്രിയുടെ സ്റ്റാഫുകളോട് പരാതിയില്ല, 112 വിളിച്ചതിനെ കുറിച്ച് പരാതിയില്ല, അടുത്ത് ഇനി ഒരു നടപടി, ഇത് കുടുംബപരമായ ഒരു കാര്യം മാത്രമാണ് എന്ന് പറയുന്നു. അങ്ങനെ എന്ന് പറയുന്നതല്ല എന്ന രീതിയിലേക്ക് ഈ കേസിനെ മാറ്റിയെടുത്തു. അതെ, ഇനി സോഷ്യൽ മീഡിയയിൽ പോലും ഈ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് അവർ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇനിയിപ്പോ ഈ ഒരു വിഷയത്തിൽ വേണമെങ്കിൽ CPM അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് തീവ്രതയൊക്കെ അളക്കാം. സാധാരണ CPM ഒരു വിഷയം വരുമ്പോൾ അവിടെ തീവ്രത അളക്കുകയാണ്. ഇത് CPM അല്ലല്ലോ, ഇത് ഇടതു മുന്നണിയെ മൊത്തത്തിൽ അടിച്ചടിയാണ്. ഇതിൻ്റെ അകത്തിന് മറ്റൊരു വശമുണ്ട്. CPI എന്ത് നിലപാട് ഈ വിഷയത്തിൽ എടുക്കുമെന്നൊരു ചോദ്യമുണ്ട്. കാര്യം CPI എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടി നിലവാരമുള്ള നിലപാടുകളാണ് CPI എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗണേശിനെതിരായി CPI ഇന്നൊരു നിലപാട് പറയുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ CPIക്ക് വഴങ്ങേണ്ട ഒരു സാഹചര്യം വരില്ല എന്നൊരു ചോദ്യമുണ്ട്. ചേച്ചി, മന്ത്രിസഭാ യോഗത്തിൽ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഗണേഷ് കുമാറിനെ പുറത്താക്കുമോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെപ്പിക്കാനുള്ള സാധ്യത സാധാരണ ഇടത് രീതിയിലില്ല. പക്ഷെ മറിച്ച് ഈ മറുവശം ചിന്തിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമാകുകയും പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം രാഹുലിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും സാധാരണക്കാരായ ജനങ്ങളെല്ലാം പാർട്ടിയിലൊരു വിശ്വാസം, യഥാർത്ഥത്തിൽ ഇതാണ് സ്ത്രീപക്ഷ നിലപാട്. അന്ന് രമേശ് ചെന്നിത്തല അടക്കം, കാര്യം ഒരു പൊതുപരിപാടിയിൽ രമേശ് ചെന്നിത്തല കൈ കൊടുക്കാതെ പോയതൊക്കെ പിന്നീട് വൈറലാവുകയും ചെയ്തു. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ബുദ്ധിപരമായി നീങ്ങി ഗണേശിനെ പുറത്താക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു രാഷ്ട്രീയ നാടകത്തിന് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് കരുതി CPI എതിർപ്പ് പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. കാര്യം CPI പല വിഷയങ്ങളിലും CPMന്റെ നിലപാടിനെതിരാണല്ലോ. അല്ല, അങ്ങനെ CPI എതിരഭിപ്രായം പറഞ്ഞിടത്തെല്ലാം ഈ LDF CPIയുടെ അഭിപ്രായങ്ങളെ മാനിച്ചിട്ടില്ല. ഇന്ന് വരെ അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് CPI എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് വെറും ഒരു ജൽപ്പനമായി അവിടെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ചേച്ചി, ഗണേഷ് കുമാറിനെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനം എടുത്ത് പുറത്താക്കിയെന്നിരിക്കട്ടെ, CPMന്റെ ഗ്രാഫ് ഉയരുമോ ഇല്ലയോ? പുറത്താക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഉയരുമോ ഇല്ലയോ ഗ്രാഫ്? അവർക്ക് അങ്ങനെ ഉയരണ്ട. അവർക്കല്ല, അവരെ പറയുന്നത് അത് ഉയർ തന്നെയാണ്. അത് താന്നിട്ടുണ്ടെങ്കിലേ അവർക്ക് ഉയർത്തേണ്ട ആവശ്യമുള്ളൂ. അത് എപ്പോഴും ഈ അവർ വിചാരിച്ചു വെച്ചേക്കുന്നത്. ഗണേശ് എന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ഇനിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, ഞാൻ ഇനിയും ജയിക്കും, എനിക്കൊന്നും, അതായത് ആ അഹങ്കാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ സ്വരമാണ് ഇപ്പൊ പറയുന്നത്. കുടുംബകാര്യമാണ് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നത് അത് കുടുംബകാര്യം. ഇതൊരു കുടുംബകാര്യം മാത്രമാണോ? നാട്ടുകാരുടെ മുന്നിൽ വന്ന് എനിക്ക് 5000 പ്രണയമുണ്ട്, ഞാൻ ഇനിയും പ്രണയിക്കും. അത് ഒരു ഭാര്യയെ വീടിനകത്ത് വെച്ചിട്ടാണ് ഈ പ്രണയിക്കാൻ നടക്കുന്നത്. കുടുംബകാര്യമായിരുന്നു എങ്കിൽ അത് കുടുംബത്തിന്റെ അകത്ത് സംസാരിച്ച് തീർക്കണമായിരുന്നു. ഇത് എങ്ങനെ പുറത്തു വന്നു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു വീട്ടിൽ, അതിപ്പോ എല്ലാ മന്ത്രിമാരല്ല, നമ്മൾ ഏതൊരു ജനപ്രതിനിധിയുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ടാകും. അതെല്ലാം ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദ്യം പ്രദർശിപ്പിക്കുകയും പിന്നീട് പ്രശ്നമാവുന്നു തോന്നുമ്പോൾ അത് കുടുംബകാര്യമാവുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. ഇതിന്റെ നിയമപരമായ വശം കൂടി ഗണേഷ് കുമാർ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരു ഭാര്യയുള്ളപ്പോൾ അതും ഭാര്യയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇത് ഭാര്യയോടായിരുന്നു ആദ്യമേ തുറന്നു പറഞ്ഞത്, എനിക്ക് ഇത്രയും പ്രണയങ്ങളുണ്ട്, ഞാൻ ഇങ്ങനെ ആൾക്കാരെയൊക്കെ വീട്ടിൽ കൊണ്ടുവരും, ഇതൊക്കെ കണ്ട്. അതിനകത്ത് വേറൊരു കാര്യം ഉണ്ടല്ലോ ചേച്ചി, ഗണേശ് അത്ര മാന്യനല്ല എന്ന് നമുക്ക് പറയാം. കാര്യം ഇതിനു മുമ്പ് ആദ്യ ഭാര്യയായിട്ടുള്ള യാമിനി
യാമിനിയിൽ നിന്ന് ഇതേപോലെ ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആദ്യമായി വരുന്നൊരു പരാതി അല്ലല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് സത്യമുണ്ട് എന്ന് സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കും. ഇപ്പൊ പെട്ടെന്നുണ്ടാവുന്ന ഒരു പരാതിയല്ല, ഇതിനു മുമ്പ് യാമിനിയുടെ സമയത്തുണ്ട്. പിന്നെ ഒരു വിഭാഗം പറയുന്നുണ്ട് കോൺഗ്രസ് ആണ് ഈ പരാതി ഇറക്കി വിട്ടത്. അങ്ങനെ കോൺഗ്രസ് അയാളുടെ ഭാര്യയല്ലേ 112 വിളിച്ചത്. ഇത് വേറെ ആരും ആളില്ലാതെയും ആളും പേരും ഇല്ലാതെ ആർക്കെങ്കിലും മെയിൽ അയച്ചതല്ല. അല്ലാതെ വഴിയിൽ ഒരു ഏതെങ്കിലും ഒരു ചാനലിന്റെ വാതിൽക്കൽ കൊണ്ടിട്ട ഒരു ഓഡിയോ ക്ലിപ്പ് അല്ല. കൃത്യമായി അയാളുടെ ഭാര്യ അത് റെക്കോർഡിക്കലി ഉള്ളതാണ്. 112 വിളിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും പിങ്ക് പോലീസ് അവിടെ വീട്ടിലെത്തുകയും ചെയ്തതാണ്. അപ്പോൾ ഇതിനെ വെറുതെ ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് കളയാൻ കഴിയില്ല. കാരണം KB ഗണേഷ് കുമാർ എന്ന വ്യക്തി ഒരു നിയമസഭാ സാമാജികനാണ്, അതിലുപരി ഒരു മന്ത്രിയാണ്. ഒരു കമന്റ് ഉണ്ടായിരുന്നു, KSRTCയുടെ മന്ത്രിയല്ലേ, അല്ലാതെ ഒരു KSRTC ബസ്സല്ലല്ലോ വഴി നിൽക്കുന്നവർക്കെല്ലാം കയറി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് എന്നൊരു കമന്റ് രാഹുൽ മാങ്കൂട്ടം പറയുകയും ചെയ്തു. അതെ, അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് മന്ത്രിയായി ഇരിക്കുമ്പോൾ അതിൻ്റെതായ ഉത്തരവാദിത്തം കാണിക്കണം. ഇപ്പൊ ഒരു രാജ്യത്ത് 2 നീതിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പോ രാഖി രാമാനം പോയി ഒരാളെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഇതിൽ നിയമ നടപടി എടുക്കണം. കുടുംബ പ്രശ്നമാണ് എന്ന് കരുതി അത് അയാളുടെ ഭാര്യയെ മാത്രം സംബന്ധിക്കുന്ന ഒരു പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ ഇത് പൊതുമധ്യത്തിൽ വരാതെ ആദ്യമേ നോക്കണമായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ ഭാര്യയ്ക്ക് അറിയാമായിരുന്നല്ലോ ഇയാളുടെ തനിനിറം എന്താണെന്ന്. കല്യാണം കഴിച്ച. അപ്പൊ ഇപ്പൊ എന്തിനാണ് ഈ പരാതി പറയുന്നതാണ് മനസ്സിലാകാത്തത്. കാരണം അവർ ഇത്രയും കാലം അനുഭവിച്ചതാണ്. അപ്പൊ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എല്ലാ സീമുകളെയും ലംഘിച്ച് അയാൾക്ക് എന്ത് വേറെ ഒരിടത്തും സ്ഥലമില്ലായിരുന്നു, സ്വന്തം വീടിനകത്ത് തന്നെ കൊണ്ടുവന്ന്. അത് ഒരു മനുഷ്യൻ എത്രത്തോളം തരം താഴ്ന്നതാണ് എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ വീട്ടിൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരിക, അത് ഭാര്യ കാണുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും തരം താഴ്ന്ന അവസ്ഥയാണ്. കാരണം ഇപ്പോൾ പല പ്രണയം എന്ന് ഗണേഷ് പറഞ്ഞ പ്രണയം, പല ആൾക്കാർക്കും വിവാഹിതരായ ആൾക്കാർക്ക് പ്രണയങ്ങൾ ഉണ്ടാകാം. അതിന് അവർ ഒരിക്കലും അവരുടെ പാർട്ട്ണറെ വേദനിപ്പിക്കരുത്. പാർട്ട്ണർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഉള്ള ഒരു പ്രണയത്തിനെയും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇയാൾ ചെയ്തത് ചെറ്റ പരിപാടിയാണ് എന്നല്ലാതെ ഒന്നും പറയാനില്ല. അതും മന്ത്രിയായിരിക്കുന്ന ഒരാൾക്ക് ഇത്തരം ചെറ്റ പരിപാടികൾ ഒരു അലങ്കാരമായിട്ട് കരുതാൻ ഈ കേരളത്തിലെ ജനങ്ങൾ തയ്യാറല്ല.